നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്കു പിന്നാലെ തൃണമൂൽ കോൺഗ്രസിൽ കൊഴിഞ്ഞുപോക്ക് ഭീഷണി. കള്ളപ്പണക്കേസിൽ മുൻമന്ത്രി സുജിത് ബോസിനെ ഇഡി അറസ്റ്റ് ചെയ്തതോടെ കേന്ദ്ര ഏജൻസികൾ പിടിമുറുക്കുകയാണെന്ന ആശങ്കയും പാർട്ടി നേതാക്കൾക്കുണ്ട്. ബംഗാളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന മനോജ് അഗർവാളിനെ ചീഫ് സെക്രട്ടറിയാക്കിയതിലും രാഷ്ട്രീയ വിവാദം കനക്കുകയാണ്. ബംഗാളിൽ നാലാമൂഴം കാത്തിരുന്നിട്ടും വൻ തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ തൃണമൂൽ കോൺഗ്രസിൽ അസ്വാരസ്യങ്ങൾ പുകയുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. തുടർ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാൻ മമതാ ബാനർജി വിളിച്ചു ചേർത്ത യോഗത്തിൽ നിന്ന് 10 MLA-മാർ നേരത്തെ വിട്ടുനിന്നിരുന്നു. തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ പരസ്യ പ്രതികരണം നടത്തിയ പാർട്ടി വക്താവ് അടക്കമുള്ളവരെ സസ്പെൻഡ് ചെയ്തതിലും ഒരു വിഭാഗത്തിന് കടുത്ത അമർഷമുണ്ട്. ഇതിനിടെയാണ് കള്ളപ്പണക്കേസിൽ ബംഗാൾ മുൻമന്ത്രി സുജിത് ബോസിനെ ഇഡി അറസ്റ്റ് ചെയ്യുന്നത്. 11 മണിക്കൂറിലധികം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് മുനിസിപ്പാലിറ്റി റിക്രൂട്ട്മെന്റ് അഴിമതിയിൽ സുജിത് ബോസിനെ ഇഡി ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്തത്. അഴിമതിയിൽ നേരിട്ട് പങ്കുണ്ടെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. മുനിസിപ്പാലിറ്റിയിലെ വിവിധ തസ്തികകളിലേക്ക് നടത്തിയ നിയമനങ്ങൾക്ക് സുജിത് കൈക്കൂലി സ്വീകരിച്ചതായി തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം. ബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ ഭരണത്തിലെത്തിയതിനു ശേഷമുള്ള ആദ്യ പ്രധാന അറസ്റ്റാണിത്. BJP അധികാരത്തിലേറിയതിനു ശേഷം കേന്ദ്ര ഏജൻസികൾ സംസ്ഥാനത്ത് പിടിമുറുക്കുകയാണോ എന്ന ആശങ്കയും TMC നേതാക്കൾക്കുണ്ട്. ബംഗാളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന മനോജ് അഗർവാളിനെ ചീഫ് സെക്രട്ടറിയായി നിയമിച്ചതിലും രാഷ്ട്രീയ വിവാദം കനക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ ഇരുവരും നടത്തിയ ഒത്തുകളി വ്യക്തമാക്കുന്നതാണ് നീക്കമെന്നും തീരുമാനം നാണം കെട്ടതെന്നും തൃണമൂൽ നേതാവ് സാകേത് ഗോഖലെ കുറ്റപ്പെടുത്തി. തീരുമാനം തികച്ചും ആകസ്മികമെന്ന് TMC MP ഡെറിക് ഒബ്രിയാൻ പരിഹസിച്ചു. ബംഗാളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നിഷ്പക്ഷമായിരുന്നുവെന്ന് ഇപ്പോഴും കരുതുന്നുണ്ടോ എന്നായിരുന്നു പാർട്ടി MP സാഗരിക ഘോഷിന്റെ ചോദ്യം. എന്നാൽ നിയമനം മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് BJPയുടെ വിശദീകരണം. വിരമിച്ച IAS ഉദ്യോഗസ്ഥൻ സുബ്രത ഗുപ്തയെ മുഖ്യമന്ത്രിയുടെ ഉപദേശകനായും നിയമിച്ചിട്ടുണ്ട്. അതിനിടെ സുവേന്ദു അധികാരിയുടെ PAയെ കൊലപ്പെടുത്തിയ കേസ് CBI ഏറ്റെടുക്കും. കേസിൽ CBI അന്വേഷണം വേണമെന്ന് ബംഗാൾ പോലീസ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. കേസ് കൈകാര്യം ചെയ്യുന്നതിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുമെന്ന് CBI അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.